ഹായ്, വെൽക്കം ടു മോഹൻലാൽ സ്റ്റേജ് ബറ്റ് ടേസ്റ്റ് ഓഫ് കേരള. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വല്ല ഉദ്ദേശമുണ്ടോ? ഗസ് ചെയ്ത് നോക്കൂ. വ്യൂ കണ്ടറിഞ്ഞൂടെ? നമ്മൾ വയനാട്ടിലൊരു കാട്ടിലാണ്, മുത്തങ്ങയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും മുളകളാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, പുറകിലുള്ളതൊക്കെ. ഇതിൽ നിന്ന് അരി കിട്ടും. എല്ലാ 12 വർഷത്തിലൊരിക്കൽ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇത് വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡിലെ ഡിഷും ഉണ്ടാക്കുന്നത്. ഡിഷും അല്ല, ഡിഷും. എന്തായാലും സുവർണ ചേച്ചി എന്നാണ് ഈ ചേച്ചിയുടെ പേര്. ചേച്ചി നമുക്ക് വേണ്ടി 2 ഐറ്റംസാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് സുവർണ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. അവിടെ സുവർണ ചേച്ചിയുടെ മോളും ഹസ്ബൻഡൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വഴിയൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം. ഫോളോ മീ. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് സുവർണ ചേച്ചിയുടെ വീട്ടിലാണ്, വയനാട്ടിൽ. വെൽക്കം ടു മോഹൻലാൽ സ്റ്റേജ് ബറ്റ് ടേസ്റ്റ് ഓഫ് കേരള. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്, നല്ലൊരു ഇളം കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ തേങ്ങാക്കൊലകളൊന്നും ഇന്ന് ആടുന്നില്ല. എന്തായാലും ചേച്ചി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അകത്തേക്ക് പോവാം. ഫോളോ മീ. മണിച്ചിത്രത്താഴിലേക്ക് നോക്കുന്നതില്ലേ ആ ഡോറൊക്കെ? കറണ്ടില്ലേ? നമസ്കാരം. ചേച്ചി വന്നോ? വന്നില്ല, വന്നുകൊണ്ടിരിക്കുന്നു. എവിടെ അമ്മ? എവിടെ? ഹലോ. അപ്പൊ ഇതാണ് സുവർണ ചേച്ചി. ഞാൻ നിങ്ങളെ അന്വേഷിച്ച് കുറെ നടന്നു. ഞാനിങ്ങനെ ഹലോ സർ, എൻ്റെ പേര് സാറ. ഹലോ. എന്നെ പുറത്താക്കിയിട്ട് പോയില്ലേ അകത്തേക്ക്? വിളിക്കാണ്ട് പോയി അകത്തേക്ക്. എന്തായാലും ഇന്ന് എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? മുളയരി പായസം. ഞങ്ങൾ ഇവിടെ കാട്ടിനകത്തൊക്കെ പോയപ്പോൾ കണ്ടായിരുന്നു. പക്ഷെ ഇത് അരി ഇല്ലായിരുന്നു. പക്ഷെ അകത്തുണ്ടല്ലോ അരി. അകത്തരിയുള്ള സ്ഥിതിക്ക് നമുക്കിനി അരിപ്പായസം, അതായത് മുളയരി പായസം അല്ലേ? വേറൊരു ഐറ്റം കൂടി ഇല്ലേ? ബനാന കുംസി. എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചപ്പോൾ ബനാന കുംസി എന്നൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിന്ന് അത് രണ്ടും ഉണ്ടാക്കാം. അപ്പോൾ സാറ് വർക്ക് ചെയ്യല്ലേ? ഈസ് എ ഡോക്ടർ, അനസ്തീഷ്യ. ഓക്കെ. അപ്പം ഇന്ന് വർക്കിന് പോകുന്നുണ്ടോ അതോ ഞങ്ങൾ? പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ ഇടയ്ക്കൊന്ന് വരണം, മുഖം കാണിക്കാൻ. ഓക്കെ. അപ്പം നമുക്ക് അകത്ത് പോവാം കേട്ടോ. അപ്പം നമുക്ക് അകത്ത് പോവാം. ഓക്കെ. അപ്പോൾ വെൽക്കം ടു മോഹൻലാൽ സ്റ്റേജ് ബറ്റ് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സുവർണ ചേച്ചിയുടെ വീട്ടിലും. സുവർണ ചേച്ചിയുടെ മോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിലത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് മുളയരി പായസം. ഇപ്പം 2 ഡിഷ് ചെയ്യുന്നുണ്ട് നമ്മൾ, ഒരെണ്ണമല്ല. രണ്ടാമത്തേത് എന്താണ്? ബനാന കുംസി. ബനാന കുംസി. എന്താ ഒരു പേര്! കുംസി എന്ന് ചേച്ചിയാണോ പേരിട്ടെ? അല്ലല്ല, മോളാണോ പേരിട്ടെ? പിന്നെ ആരാ പേരിട്ടെ? ഓൾറെഡി എൻ്റെ പേര് അത് തന്നെ ആണല്ലേ? ഓക്കെ. അപ്പം ഇത് രണ്ടും ഉണ്ടാക്കാം. അപ്പം ആദ്യം നമുക്ക് പായസം ഉണ്ടാക്കാം. പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചേച്ചിയുടെ ചോദിച്ചറിയാം. മുളയരി, ഇത് വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഡിഷാണ്. ഓക്കെ. അത് വയനാട്ടിൽ കിട്ടുന്ന ഒരു അരിയാണ്. ഓക്കെ. അപ്പം ഇതിന് വേവിക്കുന്നതാണ്. അതെ, ഇത് വേവിച്ച് കുക്കറിൽ വേവിച്ചതാണിത്. ഇത് എത്ര നേരം വേവിക്കും ചേച്ചി? വെള്ളം ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റോളം വേവിച്ച് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഇനിയും നമ്മളിത് പായസത്തിൽ ഇടുന്നുണ്ട്. ഓക്കെ. പിന്നെ ആവശ്യമുള്ളത് ശർക്കര. ശർക്കര എത്ര വേണം? 1 മിനിറ്റ്. നമ്മൾ എത്ര അരിയാണ് യൂസ് ചെയ്യുന്നത്? അത് 1/4 കപ്പ്. 1/4 കപ്പ്. ഓക്കെ. അപ്പം ശർക്കര മധുരത്തിനനുസരിച്ചാണ് ശർക്കര. ഓക്കെ. മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതലും പിന്നെ കുറവാണ്. ഓക്കെ. പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഓക്കെ, ഏലക്കായ് പൊടിച്ചത്, പിന്നെ പാൽ എത്രയാണ്? പാല് 1 തേങ്ങയുടെ പാല. 1 തേങ്ങയുടെ പാൽ. ഏകദേശം ഒരു 2 കപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പം ഒരു 1/4 കപ്പ് അരിക്ക് നമ്മൾ 2 കപ്പ് പാലാണ് യൂസ് ചെയ്യുന്നത്. 1/4 കപ്പ് അരി, 2 കപ്പ് തേങ്ങാപ്പാൽ, നെയ്യിൽ വറുത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി. പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പാലൊഴിച്ചു അല്ലേ? പാലൊഴിച്ചു കഴിഞ്ഞു. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന അരി നമ്മൾ ഇടുവാണ്. എത്ര? ഫുൾ ഇടുവാണോ? ഇല്ല, കുറച്ച് മതി. 1/4 കപ്പ്. 1/4 കപ്പ്. ഓക്കെ. അപ്പോൾ ഒരു 1/4 കപ്പ് അരി വേവിച്ച് വെച്ചിരിക്കുന്ന ഇടുവാണ്. പാല് നമ്മൾ മുഴുവൻ ഒഴിച്ചില്ല അല്ലേ? ഇല്ല. ഓക്കെ. വേണമെങ്കിൽ നമ്മളുടെ അളവിനനുസരിച്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ. നവ്യ ഇത് കഴിച്ചിട്ടുണ്ടോ ഈ പായസം മുമ്പ്? കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണോ ചോദിച്ചുണ്ടാക്കുന്നത്? ഒക്കെ മധുരം ഇഷ്ടമല്ല. മധുരം ഇഷ്ടമല്ലാത്ത കൊച്ചോ? നോക്കട്ടെ. ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല? ചോക്ലേറ്റ് കഴിക്കും. ചോക്ലേറ്റ് പിന്നെ മധുരം അല്ലേ? ഇത് കഴിക്കില്ല. ഇതിന്റെ വ്യത്യാസം എന്താ മോളെ?
ഇഷ്ടമല്ല. പഴം ഇഷ്ടമാണോ? ഇനി എൻ്റെ പേരെന്തായിരുന്നു? ബനാന കുംസി. കുംസി. അത് ഇഷ്ടമാണോ? അതും ഇഷ്ടമല്ല. ചോക്ലേറ്റ് മാത്രമാണ് ഇഷ്ടം. അപ്പം നമ്മളിപ്പോൾ പാലും അതിൻ്റെ അകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാവട്ടെ. എത്ര നേരം? 10 മിനിറ്റോളം അല്ലേ? 10 മിനിറ്റോളം. ഏകദേശം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലേ? ഇളക്കിക്കൊണ്ട് നിൽക്കണ്ട, ഇടയ്ക്ക് ഒന്ന് ചെയ്താൽ മതി. അപ്പം ഈ മുളയരി പായസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ് അല്ലേ? വിശേഷങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ. ഓക്കെ. ചേച്ചി ഇത് എവിടെ നിന്ന് പഠിച്ചേ? ഇത് നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന വിധം തന്നെ, ചെറുപയർ പായസം. സിമ്പിളാണ്. അതെ. പക്ഷെ ഈ അരി ഇവിടെ മാത്രം വയനാട്ടിലെ ഒരു സ്പെഷ്യൽ അരിയാണ് അല്ലേ? ഓക്കെ. മുള 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുക. അന്നേരം കിട്ടുന്ന അരിയാണിത്. 12 വർഷത്തിലൊരിക്കലാണ് ഇതിന്റെ മുള പൂക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളുടെ 12 വർഷത്തിലൊരിക്കൽ ഉണ്ടാവുന്ന അരിയാണിത്. അപ്പൊ ഇത് അത് കഴിഞ്ഞാൽ ആ മുള ചീത്തയായിപ്പോ നശിച്ചോ? പിന്നെ വേറെ മുള ഉണ്ടാവണം. അതിനും 12 വർഷം എടുക്കും. സെയിം അല്ല, അപ്പോഴത് മറ്റേത് ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ വേറെ മുള. വേറെ മുള അല്ല, എല്ലാ വർഷവും ഉണ്ടാവും. എല്ലാ വർഷം ഉണ്ടാവും. പക്ഷെ ഒരു മുള അത് 12 വർഷത്തെ ഗ്യാപ്പ്. ഓക്കെ. പിന്നെ അത് എടുക്കുന്ന വിധം മുളേന്റെ ചുവട്ടില് പായ അല്ല താർപോളിൻ അങ്ങനത്തെ വിരിക്കുകയാണ് ചെയ്യുക. നമ്മൾ ശർക്കര ഇട്ടു. അപ്പൊ ആവശ്യത്തിന് ശർക്കരയാണ് ഇടുന്നത്. നമുക്ക് അധികം മധുരം വേണ്ട, ഒരു മീഡിയം. ഓക്കെ. ശർക്കര ഇപ്പൊ 6 ക്യൂബ്സ് ഇട്ടില്ല? അതെ, ഇട്ടു. 6 ഇട്ടു. അപ്പം നമ്മളിപ്പം പായസം റെഡിയായി. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിക്കുന്നതിന് മുമ്പ് സ്റ്റവ് ഓഫ് ചെയ്യണം അല്ലേ? ഓക്കെ. ശകലം നെയ്യ് ഒഴിച്ച് ഇളക്കുവാണ്. നവ്യ അമ്മേനെ ഹെൽപ്പ് ചെയ്യോ? ഉറപ്പാണോ? എന്തൊക്കെ ചെയ്ത് കൊടുക്കും? പാത്രം കഴുകി കൊടുക്കും. പിന്നെ ഇതിടട്ടെ. വെണ്ടയ്ക്ക വെണ്ടയ്ക്ക അരിഞ്ഞു കൊടുക്കും. അരിഞ്ഞു കൊടുക്കും. ഇനി ഏലക്ക പൊടിച്ചിട്ടാണ്. ഓക്കെ. എന്നിട്ട് വെണ്ടയ്ക്ക അരിഞ്ഞു കൊടുക്കും. പിന്നെ ഒരു ഒറ്റ മോളേ ഉള്ളൂ ചേച്ചി? അല്ല, രണ്ട്. മൂത്ത ചേച്ചിയുണ്ട്, ഇവിടെ ചേച്ചിയുണ്ട്. എവിടെ? മെഡിസിൻ പഠിക്കും. എവിടെ? MMC കോഴിക്കോട്. ഡോക്ടർ ആവാനാണോ പ്ലാൻ? ഞാനൊരു രോഗിയായിട്ടൊക്കെ വരുവാണെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വരുവാണെങ്കിൽ ഡോക്ടർ ആവാനല്ലേ പ്ലാൻ? പ്ലീസ്, അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇട്ടെ. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാൻ പോവാണ്. ഇത് എത്ര ഇടണ്ടേ? കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ. ഓക്കെ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്നിട്ടും നിനക്ക് കഴിക്കാൻ തോന്നുന്നില്ല? പായസം ഇഷ്ടമല്ല അതൊരു കുട്ടി. പായസം ഇഷ്ടമാണ്. അടപ്രഥമനാ ഇഷ്ടം. അടപ്രഥമൻ. ഈ അരി എത്ര നാളായതാണ്? ഇത് 8 വർഷമായതാ. 8 വർഷമായ അരിയാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും അല്ലേ? ഓക്കെ. മുളയരി പായസം അതിൻ്റെ ആ അരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. പക്ഷെ 12 വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവത്തുള്ളൂ. എന്തായാലും പായസമായെന്ന് തോന്നല്ലേ? അതെ. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഇരുന്ന് ടേസ്റ്റ് ചെയ്യാലോ? നവ്യ കഴിക്കില്ല എന്നല്ലേ പറഞ്ഞേ? പ്ലീസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? ചെറുപയർ പായസം പോലെ ഉണ്ടെന്നാ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണ്. നല്ല മധുരം ഇട്ടിട്ടുണ്ട് അല്ലേ? നല്ല മധുരം വന്നിട്ടുണ്ട്. സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ അരി ഇവിടെ കിട്ടില്ല ചേച്ചി? എല്ലായിടത്തും കിട്ടില്ല. വയനാട്ടിൻ്റെ സ്പെഷ്യൽ ആണെങ്കിലും സാധാരണ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന അരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മോള് പറഞ്ഞ പോലെ ചെറുപയർ പായസം പോലെ ഏകദേശം ആ ടേസ്റ്റ് വരുന്നുണ്ട്. അവർ തിരിച്ചു വന്നു. നമുക്കിനി അടുത്ത സാധനം ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ പായസമൊക്കെ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നവ്യയ്ക്ക് വരെ ഇഷ്ടമായി. നവ്യയ്ക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായെന്ന് പറയാവുള്ളൂ. ഓക്കെ. അമ്മ ഉണ്ടാക്കിയ പായസമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും അടുത്ത നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ബനാന
ബനാന കുംസി. ഇതൊരു ആഫ്രിക്കൻ പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ബനാന കുംസി ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതെന്താ മോളെ? എണ്ണ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നു. വെളിച്ചെണ്ണ. ഇപ്പം വെളിച്ചെണ്ണ കട്ടിയാവാത്തതാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഓക്കെ. പിന്നെ പഞ്ചസാര, പാല്. ഇത് എത്രയാ? പാല് കുറച്ച് ഒരു സ്പൂണേ വേണ്ടു. ഓക്കെ. പിന്നെ മുട്ട. ഇത് മുട്ട എത്ര? രണ്ട് പഴത്തിന് 2 മുട്ട. 2 മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ? ഓക്കെ. 2 പഴമാണ്. 2 പഴം. സാധാരണ നല്ല പഴുത്തത് നേന്ത്രപ്പഴം നല്ല പഴുത്തത് നോക്കി എടുക്കുക വീട്ടിൽ. ഓക്കെ. നെയ്യ്. ഓക്കെ. പിന്നെ ഏലക്ക പൊടിച്ചത്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇത് ഇത്രയും മതിയോ? എണ്ണി വെച്ചിട്ടൊക്കെയാണല്ലോ. കുറച്ചേ ഉള്ളൂ. ഇവള് കഴിച്ചു കാണല്ലേ പകുതി? എനിക്കറിയാം. 2 അണ്ടിപ്പരിപ്പ് ഇവള് കഴിച്ചു. ഇനി മുട്ട 2 2 പഴം. ഇതാണ് മെയിൻ നമ്മുടെ ബനാന കുംസിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പൊ ആദ്യം നമ്മൾ ദോശക്കല്ല് നല്ല ചൂടായതിനു ശേഷം ഈ നോൺ സ്റ്റിക്ക് ഇതിലേക്ക് വെക്കും. അതിന്റെ മേളിലേക്ക് വെച്ചിട്ടാണ് ഈ പാത്രത്തിൽ നെയ്യ് പുരട്ടണം. ഫുൾ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് മുഴുവൻ നെയ്യ് പുരട്ടി വെച്ചിരിക്കുകയാണ്. താഴെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈവൻ ആയിട്ട് ഇതിന്റെ ചൂട് കിട്ടണം. ഒരു സ്ഥലത്ത് മാത്രം ചൂട് വരരുത്, എല്ലാ സ്ഥലത്തും ചൂട് വരാനായിട്ടാണ്. ഇത് അവനിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ? മൈക്രോവേവ് ഇല്ല, പറ്റില്ല. ഇങ്ങനെ ചെയ്യണം. ഓക്കെ. അപ്പൊ ഒരു നാടൻ ഒരു ബനാന കുംസി. അപ്പൊ ഇനി ഇതെങ്ങനെയാ ചെയ്ത് തുടങ്ങണേന്ന് നോക്കാം. പിന്നെ നമുക്ക് പഴമാണ് നമ്മളുടെ മെയിൻ. പിന്നെ ഇത് ഈ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് പഴം ഇതിന് അരിയാം. നവ്യ, സമയം കളയാനായിട്ട് നവ്യ എന്തൊക്കെയാ ചെയ്യണേ? ഈ ടൈം പാസ് ചെയ്യാനായിട്ട് TV കാണും. അത് നമ്മളെല്ലാരും കാണും. വേറെ എന്തൊക്കെ ചെയ്യും? പിന്നെ പഠിക്കും. അതൊരു ടൈം പാസ് ആണോ? ഞാൻ ടൈം പാസ് ചോദിച്ചപ്പോ പഠിക്കും എന്നൊക്കെ പറയുന്നത്. ശരിക്കും പഠിക്കുമോ? ടൈം പാസ് ചെയ്യും? അതോ അമ്മ പറഞ്ഞിട്ടാണോ പഠിക്കുന്നത്? ടീച്ചറും കുട്ടിയായിട്ട് കളിക്കും. കഴിഞ്ഞ കൊല്ലത്തെ ബുക്ക് എടുത്തിട്ട്. അപ്പൊ ഈ സാരി എല്ലാം എടുത്ത് കയ്യിൽ വടി വെച്ച് ഒരു പ്രസ്ഥാനാണ്. ആരെയും പുറമേ നിന്ന് ഒരാൾ കണ്ടാൽ വിചാരിക്കും വട്ടാന്ന്. ഇല്ല, ഞാനും കൊറേ അത് ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയും കളിക്കില്ലേ നമ്മൾ അടുപ്പിൽ ഇങ്ങനെ ചോറൊക്കെ വെച്ച് കല്ലൊക്കെ കൂട്ടി. എന്തായാലും നമുക്കിന്ന് കുംസി കളിക്കാം. എന്തായാലും ഈ പഴം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 2 പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം. ഹായ് അങ്കിൾ. ഞങ്ങളിവിടെ കാര്യമായിട്ട് ഭയങ്കര കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബനാന കുംസി പറഞ്ഞിട്ട് ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നവ്യയുടെ ഹോബീസ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് വർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അനസ്തീഷ്യ. ഓക്കെ. അങ്ങനെ വെച്ചാൽ ശരിക്കും എന്താണ്? ഓക്കെ. സോ യു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആ ഏരിയയിലാണ്. ഓക്കെ. മാഡം ഉണ്ടാക്കുന്ന വേറെ വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള, ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്ന കറികളിൽ ഏറ്റവും ഇഷ്ടം? ചേമ്പിൻ്റെ കറി. അടുത്ത പ്രാവശ്യം എനിക്ക് പിന്നെ ഒന്നും കൂടെ വരണമല്ലോ ചേമ്പിൻ്റെ കറി കഴിക്കാൻ. നിങ്ങൾ നോൺ വെജ് കഴിക്കില്ല? നോൺ വെജിൽ ഏതാണ്? ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കും അല്ലേ നിങ്ങളിപ്പം? ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വേണം കേട്ടോ ചേച്ചി. ചേമ്പിന്റെ കറിയും ചില്ലി ചിക്കനും. നവ്യക്ക് പിന്നെ പായസം ഇഷ്ടമല്ല, ബനാന കുംസി ഇഷ്ടമല്ല, മധുരം ഒന്നും ഇഷ്ടമല്ല, ചോക്ലേറ്റ് മാത്രം കഴിക്കൂ. ഇവിടെ ഒരാൾ മിസ്സിങ് ആണ്, നവ്യയുടെ ചേച്ചി. ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഹായ്. ചേച്ചിയുടെ ഹായ് പറയും. അടുത്ത എപ്പിസോഡിൽ ചേച്ചി വന്നു. ഇത് എത്ര നേരമാണ് ഇപ്പൊ വഴറ്റുന്നത്? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. ഈ ഒരു പരുവാണ് അല്ലേ? ഒരു ഒട്ടിപ്പിടിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഒന്നായെന്ന് തോന്നുന്നു. ഇനി അടുത്ത എന്താ ചേച്ചി? ഇനി മുട്ട. അപ്പൊ മുട്ടൻ്റെ കൂടെ ചേരക്ക. ഏലക്ക പൊടിച്ചത് 2 മുട്ടയിൽ ഇത്തിരി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക. പാലൊരു അത് ഒരു സ്പൂൺ മതി. ഓക്കെ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് തന്നെ നവ്യ അങ്ങനെ നമുക്ക് നിലത്ത് വീഴുന്നു.
അപ്പോൾ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാണ്. 2 മുട്ട, കുറച്ച് ഏലക്കാപ്പൊടി, ഇച്ചിരി പാല്, ഒരു സ്പൂൺ പാല്, ഇത്രയും മെഴുകി നല്ല ബീറ്റ് ചെയ്യാണ്. അടുത്തത് പഞ്ചസാര എത്ര ചേച്ചി? പഞ്ചസാര 2 സ്പൂൺ. ഇതിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. മതി. ഇനി അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് കല്ല് ചൂടാക്കാൻ വെക്കണം. ആദ്യം ഈ കല്ല് വെക്കുക. അതിൻ്റെ മേളിൽ കൂടെയാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇത്തിരി കലക്കും. ഓക്കെ. ഈ നോൺ സ്റ്റിക്ക് പാത്രം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ നെയ്യ് തടവി വെച്ചിരിക്കുകയാണ്. ഗീ അല്ലേ, സാധാരണ നെയ്യ് തടവി ഫുൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്ല് ചൂടായി. കല്ല് ഇങ്ങനെ ആവി ചൂടായി. കൈ അങ്ങനെ വെച്ച് കൊടുക്കരുത്. ഇനി നോൺ സ്റ്റിക്ക് ഇവിടെ നെയ്യ് പുരട്ടിയ നോൺ സ്റ്റിക്ക് ഇനി വെക്കുവാണ്. ചൂടായതിനു ശേഷം ഇപ്പം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ട, ഏലക്കാപ്പൊടി, കുറച്ച് പാല്, പിന്നെ പഞ്ചസാര. ഇവർക്ക് ഓർമ്മ ഉണ്ടല്ലോ, പഞ്ചസാര, പിന്നെ എന്തൊക്കെയാ, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞു. അതായത് നമ്മൾ ഇനി ആദ്യം അടിച്ചു വെച്ചിരുന്ന മുട്ടയും സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ പഴം നേരത്തെ ഫസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പഴം ഇങ്ങനെ വിതറി കുറച്ച് പീസായിട്ട് ഇട്ടു. അതിൻ്റെ മുകളിൽ കശുവണ്ടിയും അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചിരുന്നത്. നെയ്യിലാണ് രണ്ടും വറുത്തത്. ഇനി അത് അടച്ചു വെക്കുകയാണ്. ആഹാ, നല്ലൊരു ലുക്കൊക്കെ ഉണ്ടോ ചേച്ചി? പിന്നെ നമുക്കിനി പുറത്തെടുക്കാമല്ലോ അല്ലേ? ഏത് പ്ലേറ്റിലേക്കാ? ഇതിലേക്ക് തന്നെ കമത്തി ഇടുവാണ്. ഓക്കെ. അപ്പം ഇതെടുക്കുന്ന രീതി കണ്ടല്ലോ. ആദ്യം അതിൻ്റെ മേളിൽ ഒരു പ്ലേറ്റ് വെക്കുക. കാണിച്ചു കൊടുത്ത ചേച്ചി. ഇങ്ങനെ വെച്ചിട്ട് കമത്തുകയാണ്. അതാകുമ്പോൾ പൊട്ടാണ്ട് വരും എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ സ്പീഡിൽ ചെയ്യണം. അങ്ങനൊരു നാക്കുണ്ട്. ആദ്യം പാത്രങ്ങളൊക്കെ മാറ്റി വെക്കുക. ചിലപ്പോൾ എന്താ പറ്റാൻ പോണെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ, യെസ്, റെഡി. അങ്ങനെ നമ്മുടെ ബനാന ഖുംസി റെഡി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആ സ്പൂൺ ഒന്ന് എടുത്തരോ. ചേച്ചി തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കേണ്ടത് മെയിൻലി. അപ്പം നമ്മുടെ ബനാന ഖുംസി നല്ല തണുത്തിരിപ്പുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ഇതെന്ത് വരാത്ത. അപ്പം നമ്മുടെ ബനാന ഖുംസി ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ അല്ലേ? എന്താ പറയാൻ പോകുന്നതെന്ന്. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? നല്ല ടേസ്റ്റുള്ള. ഷുവറാണോ? എനിക്ക് ഷുവറാണ്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ചേച്ചി. അതായത് നല്ല മധുരം, മുട്ട, പഴം എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ്. നീ വേണ്ടാന്നല്ലേ പറഞ്ഞേ? നിനക്ക് അങ്ങനെ തന്നെയാണ്. അപ്പം ഇവിടെ ടേസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. ഇത് എല്ലാവരും ട്രൈ ചെയ്യാനൊന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞ ചിലർ കേൾക്കില്ല. ചേച്ചി എന്നെ പറഞ്ഞേ ഇതെല്ലാവരും ട്രൈ ചെയ്യാൻ. ഞാൻ പറയാനോ? ബനാന ഖുംസി നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇത് സത്യം. പറയൂ. സത്യം. നിങ്ങൾ എല്ലാവരും സത്യമായിട്ട് ട്രൈ ചെയ്യണം. അടിപൊളിയായിട്ടുണ്ട്. പേര് കണ്ടിട്ട് ആരും ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. പേര് പോലെ ഒന്നുമല്ല, ഇത് ഭയങ്കര സ്റ്റൈലായിട്ടുള്ള സാധനമാണ് അല്ലേ? ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ ഉണ്ടാക്കി കൊടുക്കാം. തിരിക്കാനും മറിക്കാനുള്ള ആ പ്രശ്നമേ ഉള്ളൂ അല്ലേ? അത് നിങ്ങൾ ചെയ്താൽ മതി. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും എങ്കിൽ ഈ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങളുടെ വായിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്യുക. ഇത് ഞാൻ എൻ്റെ പ്ലേറ്റോടെ ഞാൻ കൊണ്ടുപോവാണ്. എന്തായാലും നവ്യ കഴിക്കുന്നില്ല. അപ്പം ഞാനിത് പാക്ക് ചെയ്ത് ഞാൻ കൊണ്ടുപോവാണ്. ചേച്ചി പാക്ക് ചെയ്തോളൂ. അപ്പം നല്ല അടിപൊളി മുളയരി പായസവും പിന്നെ ബനാന ഖുംസിയും നമ്മൾ കഴിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച് ചേച്ചി. ബൈ. അപ്പം ഞാൻ ബൈ. ഓക്കെ, ടേക്ക് കെയർ.